രാമനാട്ടുകര ഫ്ലൈഓവർ ജംഗ്ഷന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ കസ്റ്റഡിയിലെടുത്തു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അഖില CP വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അഖില, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ ഇതാരാണ് കൊല്ലപ്പെട്ടത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? പറയൂ. ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വെട്ടുകല്ല് കൊണ്ട് തലക്കടിച്ചിട്ടാണ് കൊലപാതകം എന്നാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ വെട്ടുകല്ല് ഉപയോഗിച്ച് മുഖം ഉൾപ്പെടെ വികൃതമാക്കിയ നിലയിലാണ്. അതുകൊണ്ട് മരിച്ചത് ആരാണ് എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി ഇജാസിനെ കസ്റ്റഡിയിലെടുത്ത് ഇതുവരെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിനിടയിൽ മാത്രമേ ഇനി ആരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏകദേശം രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉച്ചയോട് കൂടിയിട്ടാണ് മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാം ഇത്തരത്തിലുള്ള മൃതദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇന്നലെ രാത്രിയോടെ ആണ് കൊലപാതകം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരത്തിൽ കൗൺസിലർമാരെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന ഒരു കാര്യം, ഈ ഒഴിഞ്ഞ പറമ്പാണ്, ഒരു ആളൊഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെയും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ ഈ പോലീസിൽ ഫറൂഖ് പോലീസിനോടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന പോലീസ് പെട്രോളിങ്ങുമായി ഈ സ്ഥലത്തെല്ലാം സന്ദർശിക്കാറുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ ലഹരി ഉപയോഗവും എല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു എന്ന് തന്നെയാണ് ഇത്രയും കാലം കരുതിയിരുന്നത്. പക്ഷേ ഇന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതായി ഇവിടെ വിവരം ലഭിക്കുന്നത്. ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ ലഹരി എങ്ങനെയാണ് ഇജാസ് എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലാകുന്നത്? പ്രാഥമിക നിഗമനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് സ്വയം കീഴടങ്ങുകയായിരുന്നു, അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ തർക്കം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന. നഗരസഭ കൗൺസിൽ, രാമനാട്ടുകര നഗരസഭ കൗൺസിലർ അഫ്സൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതെ, അതായത് ഈ ഇംതിയാസിൻ്റെ കുടുംബത്തിൽ ഒരാൾ ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട്, ലഹരി മാഫിയ തർക്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കൊല്ലപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വന്നാൽ മാത്രമേ അത് പോലീസ് നമ്മളോട് പങ്കുവയ്ക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രാമനാട്ടുകര നഗരസഭാ കൗൺസിൽ അഫ്സൽ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണോ? സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓവർബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. ലഹരി മാഫിയകളൊക്കെ തമ്പടിക്കാറും പോലീസ് വന്ന് പെട്രോളിങ് നടത്തി നോക്കാറൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു വർഷത്തിൽ കൂടുതലായി രാമനാട്ടുകര ഇതുപോലെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പോൾ നിരന്തരം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പരാതിപ്പെടാറുണ്ട്, പോലീസ് പെട്രോളിംഗ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ പോലീസ് വരുമ്പോഴൊക്കെ ഒന്നുകിൽ അവർ മാറും, അല്ലെങ്കിൽ പലപ്പോഴും ഈ ഇവിടുന്നൊക്കെ MDMA ഒക്കെ പിടിച്ച ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നടന്ന ഈ തൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. പൊതുവേ ഇവിടെ വീടുകളൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ സഞ്ചാരമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ്. അതായത് പരിസരത്ത് ഇത്തരത്തിൽ വീടുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശരി, എന്തായാലും കുറെ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്ന ഒരു കേസാണ്. എന്തിനു കൊലപ്പെടുത്തി, എങ്ങനെയാണ് ഇജാസ് പ്രതിയാകുന്നത്, ഇയാൾ എവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു, ആരാണ് കൊല്ലപ്പെട്ടത്, അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ട ഇനിയും അറിയാനിരിക്കുന്നു. പക്ഷേ നാട്ടുകാരുടെ ആകെയുള്ള ഒരു പരാതി എന്ന് പറയുന്നത് അവിടെ സ്ഥിരം ഇങ്ങനെ ലഹരി വസ്തുക്കൾ, രാസലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ആളുകൾ വന്ന് തമ്പടിക്കുകയും അവർ ഈ തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്.